തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ പഴയ വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ അസ്ഥികൂടം തന്റെ മകന്റേതാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അവനെ കണ്ടിട്ട് 15 വർഷമാകുന്നു. 2009 മകൻ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുമ്പോൾ ഒരു തവണ അവനെ വന്ന് കണ്ടിരുന്നു. ഫോൺ വഴിയല്ലാതെ മകനെ 2017 വരെ ഇമെയിലിലൂടെ പിറന്നാളിനും മറ്റ് വിശേഷ അവസരങ്ങളിലുമെല്ലാം താൻ ആശംസകൾ അറിയിച്ചിരുന്നു. അതിനു പിന്നാലെ യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. മകനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ചെന്നൈ പോലീസിൽ പരാതി നൽകി. പക്ഷേ ഇന്ന് വരെ ആ പരാതിയിന്മേൽ തന്റെ മകനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇതാണ് ഇക്കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നും തലസ്ഥാനത്തെത്തിയ അവിനാശിന്റെ അച്ഛൻ ആനന്ദ് കൃഷ്ണൻ പറയുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് കാര്യവട്ടം ക്യാമ്പസിലെ പഴയ വാട്ടർ ടാങ്കിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തുന്നത്. ഈ അസ്ഥികൂടത്തിനൊപ്പം തന്നെ സമീപത്ത് നിന്ന് ഒരു ലൈസൻസ് കണ്ടെത്തിയിരുന്നു. ഈ ലൈസൻസിലാണ് അവിനാശ് ആനന്ദ് എന്ന തലശ്ശേരി സ്വദേശിയുടേതാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് കണ്ടെത്തിയത്. ഈ ഡ്രൈവിംഗ് ലൈസൻസിലെ പേരിൽ നിന്നാണ് ഒരുപക്ഷെ മരണപ്പെട്ടിരിക്കുന്നത് അവിനാശ് ആനന്ദ് ആയിരിക്കാം എന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. ഇതിന് പിന്നാലെ ഈ അഡ്രസ്സിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ തലശ്ശേരിയിൽ അന്വേഷിച്ചപ്പോൾ തലശ്ശേരിയിലുള്ള അവിനാശിന്റെ കുടുംബം ചെന്നൈയിൽ താമസമായി എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. പിന്നാലെ ചെന്നൈയിൽ നിന്നും അവിനാശിന്റെ പിതാവിനെ ബന്ധപ്പെടുകയും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. അസ്ഥികൂടം DNA പരിശോധനയിലൂടെ മാത്രമേ അവിനാശിന്റേതാണ് എന്നത് സ്ഥിരീകരിക്കാനാകൂ. എന്നാൽ ഇപ്പോൾ ഈ അസ്ഥികൂടം അവിനാശിന്റേതല്ല എന്നാണ് പിതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി DNA പരിശോധനയിലേക്കാണ് പോലീസ് സംഘം കടക്കുന്നത്. അതിനായി തന്നെ, അതായത് അവിനാശ് ആനന്ദിന്റേതാണോ ഇതെന്ന് സ്ഥിരീകരിക്കാനുള്ള DNA പരിശോധനാ നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടി തന്നെ ഇപ്പോൾ അവിനാശ് ആനന്ദിന്റെ അച്ഛൻ ആനന്ദ് കൃഷ്ണനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് രക്തസാമ്പിളുകൾ ശേഖരിച്ചിരിക്കുകയാണ്. ഇതിന്റെ പരിശോധനാ ഫലം 2 ആഴ്ചയ്ക്കകം മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, അസ്ഥികൂട പരിശോധന കഴിഞ്ഞതിന് പിന്നാലെ ഈ മരിച്ചത് അവിനാശ് ആണോ എന്നറിയാനാണ് DNA പരിശോധന നടത്തുന്നത്. ഇതിന് പിന്നാലെ മാത്രമേ ഈ സംഭവത്തിന് പിന്നിലെ ദുരൂഹത എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ സാധ്യമാവുകയുള്ളൂ. ശനിയാഴ്ച രാവിലെ അവിനാശിന്റെ അച്ഛൻ ആനന്ദ് കൃഷ്ണൻ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെത്തിയിരുന്നു. തലശ്ശേരി സ്വദേശിയായ ആനന്ദ് കൃഷ്ണനും ഭാര്യ ഭാരതിയും വർഷങ്ങളായി തന്നെ ചെന്നൈയിലാണ് സ്ഥിര താമസം. പോലീസ് അറിയിച്ചതനുസരിച്ചാണ് ശനിയാഴ്ച രാവിലെ ഇവർ തിരുവനന്തപുരത്ത് എത്തിയത്. തുടർന്ന് DNA പരിശോധന ഫലം വന്നതിന് പിന്നാലെ മാത്രമേ ഇത് തന്റെ മകനാണോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ആനന്ദ് കൃഷ്ണൻ പറയുന്നത്. പോലീസുകാർ പറയുന്നതനുസരിച്ച് നടപടികളൊക്കെ പൂർത്തിയാക്കാനാണ് താൻ തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. സംഭവം ആത്മഹത്യയാണ് എന്ന് ഉറപ്പിക്കാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതക സാധ്യതയടക്കം പോലീസ് ഇപ്പോൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് 3 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടാകുമെന്നാണ് നിഗമനം. ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ആനന്ദ് കൃഷ്ണന്റെ മൂത്ത മകനാണ് അവിനാശ്. ഇളയ മകൻ ആദിത്യ ആനന്ദ് ബാംഗ്ലൂരിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. കുറച്ചുകാലം ശ്രീലങ്കയിലായിരുന്നു ആനന്ദ് കൃഷ്ണന് ജോലിയായിരുന്നത്. ഈ സമയത്ത് കൊളംബോയിലായിരുന്നു അവിനാശിന്റെ സ്കൂൾ പഠനം. പഠനത്തിലൊക്കെ മിടുക്കനായിരുന്നു അവിനാശ്. ഡിസ്റ്റിങ്ഷനോടെ തന്നെ അണ്ണാ സർവകലാശാലയിൽ നിന്ന് BSc പഠനം പൂർത്തിയാക്കി. എല്ലാവരോടും വളരെ ശാന്തമായി പെരുമാറുന്ന അവിനാശിന് മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലെന്ന് തന്നെയാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. വീട്ടുകാരും അവിനാശും തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസും പറയുന്നത്. MCA പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവിനാശ് വീട് വിട്ടിറങ്ങിയിരുന്നു. 2008 അവിനാശിനെ കാണാനില്ല എന്ന് കാട്ടി ചെന്നൈ എഗ്മോർ പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകി. 2009 അവിനാശ് തിരുവനന്തപുരത്തുണ്ടെന്നറിഞ്ഞ് ആനന്ദ് കൃഷ്ണൻ കഴക്കൂട്ടത്തെത്തിയിരുന്നു. തുടർന്ന് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുകയായിരുന്ന അവിനാശിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. പിറന്നാളിനും മറ്റ് വിശേഷ അവസരങ്ങളിലുമായിരുന്നു താൻ ഇമെയിലൂടെ മകനെ ആശംസകൾ അറിയിച്ചത്. ഫോൺ വഴിയുള്ള ആശയവിനിമയം നടത്തിയിരുന്നില്ല. 2017 ഇമെയിലൂടെ സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇതിന് പിന്നാലെ യാതൊരു വിവരങ്ങളും ലഭിച്ചില്ല. ഇടയ്ക്ക് കാക്കനാട് ജോലി നോക്കിയതായും അറിയിച്ചിരുന്നു. അതേസമയം അവിനാശിന്റെ കഴക്കൂട്ടത്തെ ബാങ്ക് അക്കൗണ്ട് വഴി 2018 വരെ ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തി. അവിനാശിന് പ്രത്യേകിച്ച് ശത്രുക്കളൊന്നും ഉള്ളതായി അറിയില്ല എന്നാണ് പിതാവ് ആനന്ദ് കൃഷ്ണനും പറയുന്നത്. ഇതിനിടെ അസ്ഥികൂടം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഇനിയും ഏറെ സംശയങ്ങളും ദുരൂഹതകളും ഒക്കെയുണ്ട്. അതായത് വലിയ അലുമിനിയം ഏണിയുമായി ഒരാൾ ആത്മഹത്യയ്ക്ക് എന്തിനാണ് തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ് ഇവിടെ അന്വേഷിക്കേണ്ടത്. മാൻഹോളിനുള്ളിൽ ഏണി ഇറക്കി അകത്ത് പരിശോധനയ്ക്ക് ഇയാൾ ഇറങ്ങിയത് എന്തിനാണ് എന്നതും ചോദ്യമാകുന്നു. ഇവിടെ ഒരു മാൻഹോളും വാട്ടർ ടാങ്കും ഉണ്ടെന്ന് പുറത്തുനിന്ന് ആർക്കും അറിയില്ല.
പരിചയമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇത് അറിയാവുന്നത്. കോവിഡ് കാലത്ത് സുരക്ഷാ പരിശോധനയൊക്കെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത്. ഈ സമയം ഏണിയുമായി ഒരാൾ വന്നാൽ പെട്ടെന്ന് ഇത് കാണാകുന്നതേ ഉള്ളൂ. എന്നാൽ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അയാൾ ബാഗും വസ്ത്രങ്ങളും കൊണ്ടുവന്നത് എന്തിനാണ് എന്നതാണ് പോലീസിനെ ഇവിടെ കുഴപ്പിക്കുന്നത്. സ്റ്റൂളും എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും പോലീസിന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. മുൻപ് മതിലിടിഞ്ഞു കിടക്കുന്ന സമയത്ത് സാമൂഹ്യവിരുദ്ധ ശല്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഈ സമയം അറസ്റ്റിലായവരെ കുറിച്ചും അന്വേഷണം നടക്കുകയാണ്. സംഭവത്തിൽ ഏറെ ദുരൂഹതകൾ ബാക്കിയുണ്ട്. പക്ഷേ DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇത് അവിനാശ് ആണോ എന്ന് സ്ഥിരീകരിക്കണം. ഇതിന് പിന്നാലെ ആയിരിക്കും അന്വേഷണം കൂടുതൽ പുരോഗമിക്കുക. എന്നാൽ അന്വേഷണത്തിൽ ഒരുപക്ഷെ ഇത് അവിനാശ് അല്ല എങ്കിൽ ഈ സംഭവത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് ആരാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ഉപേക്ഷിച്ചത് എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത്. പോലീസ് എന്തായാലും DNA പരിശോധനാ ഫലം ലഭിക്കുന്നതിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിന് പിന്നാലെ മാത്രമേ അന്വേഷണത്തിൽ ഏറെ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് പോലീസും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.